നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ. ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസ് പ്രൊഫൈൽസ് പഠിച്ചു, മൈൽഡ് സ്റ്റീപ്പ് ക്രിട്ടിക്കൽ ഹൊറിസോണ്ടൽ ആൻഡ് അഡ്വേഴ്സ് സ്ലോപ്സ് അതിനെപ്പറ്റി പഠിച്ചു, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പഠിച്ചു. അടുത്താണ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ. സോ വൈ വി നീഡ് ടു ഡു ദിസ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ? ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ ഈസ് ഡൺ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. ഒരു പെർട്ടിക്കുലർ ചാനൽ സെക്ഷൻ ഉണ്ടെങ്കിൽ എത്ര ലെങ്തിൽ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ അല്ലെങ്കിൽ ജി വി എഫ് എക്സ്റ്റെൻഡ് ചെയ്തത്, അതായത് എത്ര ഏരിയയിൽ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ നടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ജസ്റ്റ് വായിക്കാം. In practice, it is often required to determine the distance up to which the surface profile of GVF extends. സോ എത്ര ഡിസ്റ്റൻസ് വരെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡാം സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡാം സ്ട്രക്ചറിൽ നിന്നും അവിടെ ജി വി എഫ് ആണ്. അപ്പം ആ ഡാം സ്ട്രക്ചറിൽ നിന്നും അപ് ടു വാട്ട് ഡിസ്റ്റൻസ് ദിസ് ജി വി എഫ് സർഫസ് പ്രൊഫൈൽ എക്സ്റ്റെൻസ്. ടു ഫൈൻഡ് ദാറ്റ് വി ഡു ദിസ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയഡ് ഫ്ലോ ഇക്വേഷൻ. Yes, for example, if a weir is constructed across a river having a mild slope, then it may be required to estimate the distance on the upstream side up to which the effect of a resulting M1 profile exists. Suppose you have a weir, or you have constructed a weir along a river stretch, so and it's having a mild slope. Then we are required to estimate the length or distance in the upstream side up to which this GVF extends. So in such cases we need to depend on this integration of varied flow equations. To find out the length of profile, it is necessary to integrate the dynamic equation of GVF. There are various methods used to find out the length of profile. So the length of the GVF profile can be found out mainly by three methods. First is the step method or direct step method. Second one, the graphical integration method, and third one, the direct integration method. Among these three, in our syllabus, only the first method is included, that is the direct step method is included. So let's see how this direct step method works. Direct step method, in this method, the entire length of the channel is divided into short reaches. So ജി വി എഫ് നടക്കുന്ന അല്ലെങ്കിൽ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ഒക്കർ ചെയ്യുന്ന ആ റിവർ സ്ട്രെച്ചിനാണെങ്കിൽ റിവർ ലെങ്തിനെ നമ്മൾ ചെറിയ സ്ട്രെച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ സ്ട്രെച്ചിൻ്റെയും ലെങ്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ആൻഡ് വി വിൽ ആഡ് അപ്പ് ഓൾ ദീസ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ജി വി എഫ് പ്രൊഫൈൽ. ജി വി എഫ് പ്രൊഫൈലിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റയർ ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രെച്ചസ് ചെറിയ സ്ട്രെച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഫൈനലി ആഡിങ് ഓൾ ദീസ് വിൽ ഗെറ്റ് the total length of GVF profile. That's what we do. So in this method, the entire length of channel is divided into short stretches and the computation is carried out step by step from one end to another. So ഒരു എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് എൻഡ് വരെ നമ്മൾ പോകും. സോ അതിൻ്റെ ഒരു ഡെറിവേഷനാണ്, ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൻ്റെ ചെറിയൊരു ഡെറിവേഷനാണ്, അത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടെ ഒരു ചാനലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് ചാനൽ ബോട്ടം അല്ലെങ്കിൽ ചാനൽ ബോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ചാനൽ ബോട്ടം ഓഫ് സ്ലോപ്പ് എസ് നോട്ട്. ഓൾവേസ് എസ് നോട്ട് ഡിനോട്ട്സ് ദ സ്ലോപ്പ് ഓഫ് ദ ചാനൽ ബോട്ടം. ചാനൽ ബോട്ടത്തിൻ്റെ സ്ലോപ്പ് എസ് നോട്ട് ആണ്. ഹിയർ യു ക്യാൻ സീ ദ വാട്ടർ സർഫസ്. ഇവിടെ വരെയാണ് വാട്ടർ സർഫസ് അല്ലെ വാട്ടർ ഉള്ളത്. ദ വാട്ടർ സർഫസ്. ദെൻ യു ഹാവ് എനർജി ലൈൻ, ടോട്ടൽ എനർജി ലൈൻ വിത്ത് സ്ലോപ്പ് എസ് എഫ്. എനർജി ലൈൻ്റെ സ്ലോപ്പാണ് എസ് എഫ്. ബോട്ടം സ്ലോപ്പ് ഈസ് എസ് നോട്ട്. എല്ലാ പ്രോബ്ലത്തിലൊക്കെ ഓർത്തിരിക്കുക. സോ വിൽ കൺസിഡർ ടു സെക്ഷൻസ്. സെക്ഷൻ 1 എടുക്കും, സെക്ഷൻ 2 എടുക്കും. ആൻഡ് വിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഡി എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ പറഞ്ഞു എൻ്റെ ചാനൽ ഈസ് ഡിവൈഡ് ഇൻ ടു ഷോർട്ട് സ്ട്രെച്ചസ്. സോ വൺ അമംഗ് സച്ച് സ്ട്രെച്ച് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഈ 1 എന്നും 2 എന്നും പറഞ്ഞ സെക്ഷൻ അടക്കം വരുന്നതാണ് ഒരു സ്ട്രെച്ച്. ഇങ്ങനെ പല സ്ട്രെച്ചസ് കാണും, അതെല്ലാം കൂടി ആഡ് ചെയ്താണ് നമ്മൾ ഫൈനൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. സോ വി ആർ ഇൻറ്റൻറ്റഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഡി എക്സ്. സോ വി ടേക്ക് സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. രണ്ട് കേസിലും ടോട്ടൽ എനർജി എടുക്കുക. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, Z plus Y plus
വി സ്ക്വയർ ബൈ 2g. അപ്പോൾ സെക്ഷൻ 1-ലാകുമ്പം z1 പ്ലസ് y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g. സെക്ഷൻ 2 ആകുമ്പോൾ z2 പ്ലസ് y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g പ്ലസ് ഇവിടെ ഒരു ഹെഡ് ലോസ് കാണും HF. ടോട്ടൽ എടുക്കുന്നത് അങ്ങനെയാണ്. സോ അത് നമ്മളിപ്പോഴത്തെ എഴുതിയിട്ടുണ്ട്. Equating the total energy of section 1-1 and 1-2 അല്ലെങ്കിൽ section 1 and section 2, what do you get? In section 1 you have y, okay, equation becomes, in section 1 എങ്ങനെ എഴുതാൻ പറ്റും? z1 plus y1 plus v1 square by 2g is equal to section 2-ൽ z2 ഇല്ല, കാരണം നമ്മുടെ ഡാറ്റം ഇതാണ്. ദിസ് ഈസ് അവർ ഡാറ്റം ലൈൻ. സോ ഈ ഡാറ്റം ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ z1 ഡിസ്റ്റൻസ് മാറിയാണ്. ബട്ട് ഇൻ സെക്ഷൻ 2 ഡാറ്റം ലൈൻ ഇൻ്റർസെക്ട്സ് വിത്ത് അല്ലെങ്കിൽ കോയിൻസൈഡ്സ് വിത്ത് ദ ചാനൽ ബോട്ടം. സോ അവിടെ ഒരു z അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ല. therefore it is 0. so 0 plus y2 plus 0 plus y2 plus v2 square by 2g plus hf, v2 square by 2g plus hf എന്ന് കിട്ടും. ഇനി z1 നമുക്ക് കണ്ടുപിടിക്കണം. സോ വിൽ ടേക്ക് ദിസ് ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ എന്നിരിക്കട്ടെ. ഫൈൻഡ് tan theta. tan theta is equal to opposite side by, sorry, sin theta. Sin theta will be opposite side by hypotenuse, that is z1 by hypotenuse, z1 by dx, z1 by dx എന്ന് കിട്ടും. So for small angles, sin theta will be approximately equal to tan theta, that is tan theta is equal to z1 by dx. ഇനി എന്താണ് tan theta? tan theta means slope ആണ്. So tan theta means slope. Therefore tan theta ക്ക് പകരം നമുക്ക് slope എന്ന് എഴുതാം. slope is s0. താഴത്തെ slope s0 ആണ്. So s0 is equal to z1 dx, which implies z1 is equal to s0 into dx എന്ന് കിട്ടും. z1 is equal to s0 into dx. So നമുക്ക് ഈ ഇക്വേഷനിൽ z1 ന് പകരം s0, സ്ലോപ്പ് ഓഫ് ചാനൽ s0 into dx എന്ന് കൊടുക്കാം. സിമിലർലി നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ഇപ്പുറത്ത് നമുക്ക് z2 0 ആണ്, ദെൻ y2 ഉണ്ട്, v2 സ്ക്വയർ ബൈ 2g ഉണ്ട്, ഫൈനലി യു ഹാവ് ആൻ HF. കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ടേക്ക് ദിസ് ട്രയാങ്കിൾ, ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ലെറ്റ് ദിസ് ആംഗിൾ ബി ഫൈ എന്നങ്ങനെ ഇരിക്കട്ടെ. സെയിം പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുക. ഫൈൻഡ് സൈൻ ഫൈ. സൈൻ ഫൈ വിൽ ബി opposite side by hypotenuse, that is hf by dx, hf by dx എന്ന് കിട്ടും. then sin phi is approximately equal to tan phi. tan phi means slope ആണ്. therefore you can substitute for sin phi as slope of this line, which is sf. so ഇതിന് നമുക്ക് sf എന്ന് കൊടുക്കാം. sf is equal to hf by dx എന്ന് കിട്ടും, അല്ലെങ്കിൽ hf is equal to sf into dx എന്ന് കിട്ടും. സോ എച്ച് എഫിന് പകരം എസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. സോ ഈ ഇക്വേഷനിൽ എച്ച് എഫിന് പകരം എസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z1 പകരം എസ് നോട്ട് ഇൻറ്റു ഡി എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ എങ്ങനെ ആകും? എസ് നോട്ട് ഡി എക്സ് പ്ലസ് y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g ഈസ് ഈക്വൽ ടു y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g പ്ലസ് എച്ച് എഫിന് പകരം എസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്നും കൊടുക്കാം. സോ നമ്മുടെ ഇക്വേഷൻസ് ആണ് എസ് നോട്ട് ഡി എക്സ് പ്ലസ് y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g ഈസ് ഈക്വൽ ടു y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g പ്ലസ് എസ് എഫ് ഇൻറ്റു ഡി എക്സ്. ഇനി നമ്മൾ ഈ 5th മൊഡ്യൂൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പഠിച്ച ഫസ്റ്റ് ടോപ്പിക് വാസ് സ്പെസിഫിക് എനർജി. സോ സ്പെസിഫിക് എനർജി മീൻസ് സം ഓഫ് പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു y പ്ലസ് v സ്ക്വയർ ബൈ 2g. സോ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് പറയാം y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g വരെ നമുക്ക് E1 എന്ന് വിളിക്കാം. സ്പെസിഫിക് എനർജി അറ്റ് സെക്ഷൻ 1 E1 ഈസ് ഈക്വൽ ടു y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g. സ്പെസിഫിക് എനർജി അറ്റ് സെക്ഷൻ 2 എന്തായിരിക്കും? അപ്പോൾ y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g. സോ y1 പ്ലസ് v1 സ്ക്വയർ ബൈ 2g പകരം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് E1. ഫോർ y2 പ്ലസ് v2 സ്ക്വയർ ബൈ 2g യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് E2.
So equation becomes S0 dx plus E1 is equal to E2 plus SF into dx എന്ന് ആവും. ഇനി എന്താണ്, ആ ഇക്വേഷനിൽ നിന്നും E1ഉം E2ഉം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അതേപോലെ S0ഉം SF ഉള്ള ടേംസ് ഒരുമിച്ച് എടുക്കുക. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ dx. E1 റൈറ്റിലേക്ക് കൊണ്ടുവരാം, ഇറ്റ് ബിക്കംസ് E2 മൈനസ് E1 ആവും. സോ E2 മൈനസ് E1 ഡിവൈഡ് ബൈ S0 മൈനസ് SF ആയിരിക്കും dxന്റെ വാല്യൂ. സോ dx ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ഡിവൈഡ് ബൈ S0 മൈനസ് SF. അല്ലെങ്കിൽ E2 മൈനസ് E1 നമുക്ക് ഡെൽറ്റ ഇ, ചേഞ്ച് ഇൻ ഇ വിച്ച് ഇസ് ഡെൽറ്റ ഇ എന്ന് വിളിക്കാം. സോ ഇറ്റ് ഇസ് ഡെൽറ്റ ഇ ബൈ S0 മൈനസ് SF. ഇതാണ്. സോ dx മീൻസ് നമ്മുടെ ആ സ്ട്രെച്ചിൻ്റെ ലെങ്ത്. ഇതുപോലെ ഓരോ സ്ട്രെച്ചും നമ്മൾ കണ്ടുപിടിച്ച് അവസാനം എല്ലാം കൂടെ ആഡ് ചെയ്യുക. ദാറ്റ്സ് എ പ്രൊസീജിയർ വി ഫോളോ. സോ ഇതാണ് ലെങ്ത് ഓഫ് GVF പ്രൊഫൈലിൽ കണ്ടുപിടിക്കുന്ന രീതി ഇൻ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൽ. ഇനി നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. സോ സ്റ്റെപ്സ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഫോളോയിങ് അതർ സ്റ്റെപ്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ ലെങ്ത് ഓഫ് സർഫസ് പ്രൊഫൈൽ. സർഫസ് പ്രൊഫൈലിന് ലെങ്ത് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഡേറ്റ റിക്വയർഡ്, നമുക്ക് എന്തൊക്കെ ഡേറ്റയാണ് വേണ്ടത്. ഫസ്റ്റ് ഡേറ്റ എന്താണ്, ഡിസ്ചാർജ് ക്യൂ. സോ ക്യൂ വാല്യൂ അറിയണം, ക്യൂ ഇൻ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ചാനൽ ഷേപ്പ്, whether it is rectangular channel or trapezoidal channel or triangular or circular. So you should be aware about the shape of channel. Then next, the bottom slope S0. S0 should be given 1 in 1000 അല്ലെങ്കിൽ 1 in 1200, 1 in 2000 അങ്ങനെ തന്നിരിക്കും. Then Manning's coefficient N or Chessy's coefficient C. Either N value should be given or else C value should be given. And finally, depth of flow at any one section. ഏതെങ്കിലും ഒരു സെക്ഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ഡേറ്റ ഉണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് GVF പ്രൊഫൈൽ. സോ നെക്സ്റ്റ് ഇസ് ദ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് ഈസ് ടു കമ്പ്യൂട്ട് ദ ഏരിയ, വെറ്റഡ് പെരിമീറ്റർ ആൻഡ് ഹൈഡ്രോളിക് റേഡിയസ്. സോ വി ആർ ഗിവൺ ദ ഷേപ്പ് ഓഫ് ചാനൽ. സോ ഷേപ്പ് ഓഫ് ചാനൽ അറിയാം, വിഡ്ത്ത് അറിയാം, ഡെപ്ത് അറ്റ് വൺ സെക്ഷൻ അറിയാം. ഇത്ര അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഏരിയ. ഏരിയ ഈസ് ഈക്വൽ ടു റെക്ടാങ്കിൾ ആണെങ്കിൽ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആയിരിക്കും. ആൻഡ് യു നോ ഇക്വേഷൻ ടു ഫൈൻഡ് ഏരിയ ഓഫ് എ ട്രപ്പിസോഡൽ ചാനൽ, ട്രയാങ്കുലർ ചാനൽ, സർക്കുലർ ചാനൽ, ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. സോ യു ക്യാൻ ഫൈൻഡ് ഏരിയ. സിമിലർലി യു ക്യാൻ ഫൈൻഡ് പെരിമീറ്റർ ഓൾസോ, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സോ compute area A, wetted perimeter P, and if you know A and P, you can find hydraulic radius R. R is equal to A by P. That's the first step. Compute area, then wetted perimeter and R. Second step is to compute V. How you compute V? We are given the discharge Q, and we have estimated the area in step 1. Step 1 നമ്മൾ area value കണ്ടുപിടിച്ചു. Q is given. Q is equal to AV ആണ്. So you can find V is equal to Q by A വെച്ചിട്ട് V വാല്യൂ കിട്ടും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫസ്റ്റ് നമ്മൾ V കണ്ടുപിടിക്കും. V is equal to Q by A. Then V അറിയാമെങ്കിൽ you can find V square by 2G. V square divided by 2 into 9.81 ചെയ്താൽ V square by 2G ആയി. Then V square by 2G അറിയാം, Y അറിയാമെങ്കിൽ you can find E. E is equal to Y plus E is equal to ഈ equation. E is equal to Y plus V square by 2G. അല്ലെങ്കിൽ E1 ആണെങ്കിൽ Y1 plus V1 square by 2G. സോ E അറിയാം, E കണ്ടുപിടിക്കാൻ പറ്റും. So second step is to find V square by 2G, E and SF. SF എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Substitute the value of V, R and N in Manning's equation. Manning's equationൽ പോയിട്ട് N value നമുക്കറിയാം, V value നമുക്കറിയാം, R value അറിയാം. So you can find the SF value. SFും കിട്ടും. That's about step 2. Then step 3 എന്താണ്? Assume a new depth. നമുക്ക് ഒരു ഡെപ്തേ അറിയത്തുള്ളായിരുന്നു. സോ അതിനടുത്തുള്ള വേറൊരു ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്യും. Very close to the initial depth and calculate the parameters in step 1 and step 2. നമ്മൾ വേറൊരു പുതിയ ഡെപ്ത് അസ്യൂം ചെയ്തിട്ട് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പുതിയ ഡെപ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം വീണ്ടും ചെയ്യും. സോ പുതിയ ഡെപ്ത് ആകുമ്പോഴത്തേക്കും പുതിയ ഡെപ്ത് ആകുമ്പം ഏരിയ മാറും, അതിനനുസരിച്ച് പെരിമീറ്റർ മാറും, അതിനനുസരിച്ച് R മാറും. സോ പുതിയ A2, P2 ആൻഡ് R2 കിട്ടും. സിമിലർലി സ്റ്റെപ്പ് 2ലേക്ക് വരുമ്പോൾ യു വിൽ ഗെറ്റ് പുതിയ V2 സ്ക്വയർ ബൈ 2G, E2 ആൻഡ് SF2 അതും കിട്ടും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് പുതിയ ഡെപ്ത് അസ്യൂം, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് പുതിയ ഡെപ്ത് അസ്യൂം ചെയ്തു, എന്നിട്ട് 1 and 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു E1 കിട്ടിയായിരുന്നു, സെക്കൻഡ് നമ്മൾ പുതിയ ഡെപ്ത് വെച്ച് ചെയ്തപ്പം E2ഉം കിട്ടി. സോ E1 അറിയാം, E2 അറിയാമെങ്കിൽ E2 മൈനസ് E1 ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ കമ്പ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ DXൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഡെൽറ്റ ഇ കിട്ടി. അതേപോലെ എന്താണ്
എസ് എഫ് നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മളൊരു എസ് എഫ് കണ്ടുപിടിച്ചു, പുതിയ ഡെപ്ത് വെച്ച് നമ്മൾ വീണ്ടും എസ് എഫ് കണ്ടുപിടിച്ചു. സോ എസ് എഫ് 1 അറിയാം, എസ് എഫ് 2 അറിയാം. അതിൻ്റെ ആവറേജ് എടുക്കുക. എസ് എഫ് ബാർ ഈസ് ഈക്വൽ ടു എസ് എഫ് 1 പ്ലസ് എസ് എഫ് 2 ബൈ ഈക്വേഷൻ. എസ് എഫ് ബാർ ഈസ് ഈക്വൽ ടു എസ് എഫ് 1 പ്ലസ് എസ് എഫ് 2 ബൈ 2. അപ്പോൾ എസ് എഫ് ബാറും കിട്ടി. ഇത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഡി എക്സിൻ്റെ ഇക്വേഷനിലേക്ക് പോവുക. ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എസ് നോട്ട് മൈനസ് എസ് എഫ്. എസ് എഫിന് വരെ എസ് എഫ് ബാർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി എക്സ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ട്രെച്ചിൻ്റെ ലെങ്ത് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഇ, എസ് നോട്ട് ആൻഡ് എസ് എഫ് ബാർ ടു കമ്പ്യൂട്ട് ഡി എക്സ്. ഇനി എന്താണ്, നമ്മൾ ആദ്യം ഒരു ഡെപ്ത് അസ്യൂം ചെയ്തു, ഡെപ്ത് ഗിവൺ ആയിരുന്നു, ആ ഡെപ്ത് വെച്ച് ചെയ്തു, പിന്നെ ഒരു ഡെപ്ത് അസ്യൂം ചെയ്തു, എന്നിട്ട് വീണ്ടും ചെയ്തു. ഇനി പുതിയ പുതിയ ഡെപ്ത് വാല്യൂ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് അസ്യൂം അനദർ ഡെപ്ത് വാല്യൂ ആൻഡ് കമ്പ്യൂട്ട് ആൻഡ് റിപ്പീറ്റ് ഓൾ ദ സ്റ്റെപ്സ്. എന്നിട്ട് ഫൈനലി ലാസ്റ്റ് പോയിന്റ് വരെ എത്തിക്കഴിയുമ്പം എല്ലാം കൂടെ ആഡ് ചെയ്ത് പോവുക. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ടു ഡ്രോ ദ സർഫസ് പ്രൊഫൈൽ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അറിയേണ്ടത് വിച്ച് ടൈപ്പ് ഓഫ് സർഫസ് പ്രൊഫൈൽ ഡസ് ദ ഫ്ലോ എക്സിബിറ്റ്സ്. ഏത് പ്രൊഫൈലാണ് നമ്മൾ അറിയണം. മൈൽഡ് ആണോ, സ്റ്റീപ്പ് ആണോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആണോ. ഇനി മൈൽഡ് ആണെങ്കിൽ തന്നെ M1 ആണോ, M2 ആണോ, M3 ആണോ, അല്ലെങ്കിൽ സ്റ്റീപ്പ് ആണെങ്കിൽ S1 ആണോ, S2 ആണോ, S3 ആണോ, ഇതൊക്കെ നമുക്ക് അറിയണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് അടുത്ത പറയുന്നത് ടു ഡ്രോ ദ സർഫസ് പ്രൊഫൈൽ. സർഫസ് പ്രൊഫൈലിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് YN, നോർമൽ ഡെപ്ത് YN കണ്ടുപിടിക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ നോർമൽ ഡെപ്ത്. നോർമൽ ഡെപ്ത് മീൻസ് ഡെപ്ത് വെൻ ഫ്ലോ വാസ് യൂണിഫോം. സോ YN കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് YC. YCയുടെ ഇക്വേഷൻ എന്താണ്, YC ഈസ് ഈക്വൽ ടു Q square divided by G the whole raised to 1/3. Q square by G the whole raised to 1/3 ചെയ്യുമ്പം YC കിട്ടി. Then compare YN and YC. YN ഉം YC യും കൂടെ കമ്പയർ ചെയ്യുക. Which is greater. Then YN is greater than YC ആണെങ്കിൽ എന്തായിരിക്കും, YN greater than YC. It's a condition for mild slope. Mild slope ചാനലാണ് YN greater than YC വരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു, സർഫസ് പ്രൊഫൈൽ നോക്കിയിരുന്നു. YN greater than YC ആണെങ്കിൽ ഇറ്റ് ഈസ് മൈൽഡ് പ്രൊഫൈൽ. തിരിച്ചാണെങ്കിൽ YC greater than YN ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റീപ്പ് സ്ലോപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും മൈൽഡ് ആണോ സ്റ്റീപ്പ് ആണോ എന്ന്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ സോൺ. ഏത് സോൺ 1 ആണോ, അല്ലെങ്കിൽ M1 ആണോ, M2 ആണോ, M3 ആണോ, S1 ആണോ, S2 ആണോ, S3 ആണോ, അത് കണ്ടുപിടിക്കുക. അപ്പോൾ ആ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് ചുമ്മാ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എ റെക്ടാങ്കുലർ ചാനൽ 10 meter wide carries a discharge of 30 meter cube per second. സോ റെക്ടാങ്കുലർ ചാനൽ. സോ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് GVF പ്രൊഫൈലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ഡിസ്ചാർജ് അറിയണം, ഷേപ്പ് ഓഫ് ദ സെക്ഷൻ അറിയണം. സോ ഷേപ്പ് ഈസ് ഓൾറെഡി ഗിവൺ, ഇറ്റ് ഈസ് റെക്ടാങ്കുലർ ചാനൽ. സോ ഷേപ്പ് അറിയാം, 10 meter wide. So width is given, B is equal to 10 meter. So B നമ്മൾ 10 meter എന്ന് എടുത്ത് എഴുതി. B is equal to 10 meter. Q is equal to 30 meter cube per second. ഡിസ്ചാർജും പറഞ്ഞിട്ടുണ്ട്. It is laid at a slope of 0.0001. So bottom slope is given, which means S naught. S naught is equal to 0.0001. If at a section in the channel the depth is 1.6 meter. സോ ഏതോ ഒരു പോയിന്റിൽ ഏതോ ഒരു സെക്ഷനിൽ ഡെപ്ത് 1.6 മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞിരുന്നു നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. ഡിസ്ചാർജ് അറിയണം, ഷേപ്പ് ഓഫ് ദ സെക്ഷൻ അറിയണം, സ്ലോപ്പ് ബോട്ടം സ്ലോപ്പ് എസ് നോട്ട് അറിയണം, അതേപോലെ എന്താണ് ഡെപ്ത് അറ്റ് എനി പെർട്ടിക്കുലർ സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഡെപ്ത് അതും അറിയണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂ അറിയാം, ഷേപ്പ് ഈസ് റെക്ടാങ്കിൾ എന്ന് തന്നിട്ടുണ്ട്, എസ് നോട്ട് ഈസ് 0.01, N value is also given. N value is 0.015. അതും അറിയണമായിരുന്നു. So N is given. Y is equal to 1.6 meter at any particular section and B is 10 meter. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്, വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സർഫസ് പ്രൊഫൈൽ. ഏത് സർഫസ് പ്രൊഫൈൽ, M1 ആണോ അല്ലെങ്കിൽ M ആണോ S ആണോ എന്ന് നോക്കുക. ദെൻ M ആണെങ്കിൽ M1 ആണോ, M2 ആണോ, M3 ആണോ, S ആണെങ്കിൽ S1 ആണോ, S2 ആണോ, S3 ആണോ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫിക്സ് ദി ടൈപ്പ് ഓഫ് പ്രൊഫൈൽ and so on.
ഓക്കെ. സോ അതിനുവേണ്ടി എന്താണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ എൻ ആൻഡ് വൈ സി. അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് വൈ എൻ ആൻഡ് വൈ സി. സോ സപ്പോസ് വൈ എൻ ഈസ് ദ നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ. നമ്മൾ അസ്യൂം ചെയ്യുവാണ് വൈ എൻ ഈസ് ദ നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ. സോ നമ്മൾ വൈ എൻ വെച്ചിന് കാൽക്കുലേഷൻ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് വൈ എൻ ആണ്. നോർമൽ ഡെപ്ത് ഈസ് വൈ എൻ. വൈ എൻ നമുക്ക് അറിയില്ല. സോ വി അസ്യൂം ദ നോർമൽ ഡെപ്ത് ഈസ് വൈ എൻ. സോ ഏരിയ വിൽ ബി, ഏരിയ ഈസ് ഈക്വൽ ടു റെക്ടാങ്കുലർ ചാനലാണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ എൻ. ബി ഈസ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു വൈ എൻ. അതേപോലെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2y ആണ് ഇക്വേഷൻ. നമ്മുടെ വൈ എന്ന് വെച്ചാൽ വൈ എൻ ആണ്. സോ ബി പ്ലസ് 2y എൻ അല്ലെങ്കിൽ 10 പ്ലസ് 2 ഇൻറ്റു വൈ എൻ. സോ എയും കിട്ടി പിയും കിട്ടി. എ ബൈ പി ചെയ്യുമ്പം ആർ ആയി. സോ ആർ ഈസ് ഈക്വൽ ടു 10y(n) ബൈ 10 പ്ലസ് 2y(n) എ ബൈ പി. അപ്പോൾ ആർ കിട്ടി. ദാറ്റ് വാസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, പി ആൻഡ് ആർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി ഇക്വേഷൻ ആണ്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ക്യൂ ബൈ എ ആണ്. അതിൽ ക്യൂ നമുക്കറിയാം. ക്യൂ ഈസ് 30 എന്നറിയാം. സോ 30 ഡിവൈഡ് ബൈ എ ഈസ് 10y(n). So 30 divided by 10y(n) is the velocity from equation q is equal to va. ആ ഇക്വേഷൻ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ച് വെച്ചു. വെലോസിറ്റി നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? മാനിങ്സ് ഇക്വേഷൻ. മാനിങ്സ് ഇക്വേഷൻ വി ഹാവ് v is equal to 1/n r raised to 2/3 into s raised to 1/2. ആ ഇക്വേഷനിലേക്കും ആ ഇക്വേഷനിൽ നിന്നും ഫൈൻഡ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 1/n, ദാറ്റ് ഇസ് 1 ബൈ ഇത് 1 by 0.015 into r is a by p, that is 10y(n) divided by 10 plus 2y(n), the whole raised to 2/3 into s naught is given 0.0001, the whole raised to 1/2. So we find equation for velocity by means of two equations. First from v is equal to q by a, second from Manning's equation. Now equate both. രണ്ടും velocity ആണ്. So you can equate both equation. So equate ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 by 10y(n) ആണ്. 10 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/yn ആകും. സോ 3/yn ഈസ് ഈക്വൽ ടു 1 by 0.015 ഇൻറ്റു ആ ഇക്വേഷൻ. ദാറ്റ് ഇസ് വെലോസിറ്റി. രണ്ട് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച വെലോസിറ്റി നമ്മൾ ഇക്വേറ്റ് ചെയ്തു. നൗ അത് സോൾവ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് 1.909. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ LCM ഒക്കെ എടുത്ത് സോൾവ് ചെയ്ത് വരുമ്പം യു വിൽ ഗെറ്റ് ലൈക്ക് 1.909 ഇൻറ്റു 5 പ്ലസ് yn. 1.909 ഇൻറ്റു 5 പ്ലസ് yn ഈസ് ഈക്വൽ ടു yn റേസ് ടു 5/2 എന്ന് കിട്ടും. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. ഇറ്റ് ഇസ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മീൻസ് നമ്മൾ ചുമ്മാ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എപ്പോഴാണത് RHSഉം LHSഉം ഈക്വൽ ആണെന്ന് അങ്ങനെ നോക്കുക. ചുമ്മാ വൈന് 1 കൊടുത്ത് നോക്കും. അപ്പോൾ അപ്പുറം ഇപ്പുറം വൈന് 1 കൊടുക്കുമ്പോൾ ഈക്വൽ ടുവിൻ്റെ LHSഉം RHSഉം ഒരേപോലെ വരുന്നു നോക്കുക. അത് കുറച്ച് ടെഡിയസ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ നമുക്ക് ഓൾമോസ്റ്റ് അത് കണ്ടുപിടിക്കാനുള്ളൊരു വഴിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.909 ഇൻറ്റു 5 പ്ലസ് yn ഈസ് ഈക്വൽ ടു yn റേസ് ടു 5/2 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദിസ് ഈസ് ഇക്വേഷൻ വി ഹാവ്. ഇതിൽ നിന്ന് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് yn-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ yn ഈസ് ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ yn കണ്ടുപിടിക്കും? ആദ്യം ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1.909 ഈ 1.909 അകത്തേക്ക് കൊടുക്കുക. സോ എന്ത് പറ്റും? 1.909 ഇൻറ്റു 5 എന്ന് വരും. 1.909 ഇൻറ്റു 5 9.545 പ്ലസ് 1.909 yn. ഇതാണ് yn റേസ് ടു 5/2ൻ്റെ ഇക്വേഷൻ. നമ്മളിത് yn-ൻ്റെ ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ ഈ yn റേസ് ടു 5/2 എന്നുള്ള മാറണം. എന്ത് ചെയ്യണം? ഇപ്പോഴത്തേത് ഈ 5/2 ഇപ്പറേ വരുമ്പം 2/5 ആകും. സോ എങ്ങനെ ഒരു ഇക്വേഷൻ? yn ഈസ് ഈക്വൽ ടു 9.545 പ്ലസ് 1.909 yn ദ ഹോൾ റേസ് ടു 5/2 ആകുമ്പം ഇപ്പറേ വരുമ്പം 2/5 ആകും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് നേരിട്ട് yn-ൻ്റെ ട്രയൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്
നോക്കാം. സോ നമ്മൾ ഈ ഇക്വേഷൻ ഇനി കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ yn ഈസ് ഈക്വൽ ടു 9.545 പ്ലസ് 1.909 ആണ്. സോ ഈ LHS അങ്ങ് വിട്ടേക്ക്, RHS മാത്രം നോക്കുക. RHS ഈസ് 9.545 പ്ലസ് 1.909 yn. ഇത് കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പം ഇത്രയും ടേംസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 9.545 പ്ലസ് 1.909 yn പകരം ആൻസർ എന്ന് കൊടുക്കുക. ദ ഹോൾ റേസ് ടു 2/5. നമുക്ക് വേണ്ടത് yn ട്രയൽ വാല്യൂ ആണ്. സോ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പം 9.545 പ്ലസ് 1.909 yn പകരം ആൻസർ എന്ന് കൊടുക്കുക. ദ ഹോൾ റേസ് ടു 2/5 എടുക്കുക. എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. 9.545 പ്ലസ് 1.909 പ്ലസ് 1.909 yn പകരം ആൻസർ എന്ന് കൊടുക്കുക. സോ ആൻസർ ദ ഹോൾ റേസ് ടു 2/5. 2/5 ഇത്രയും കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുക്കുക. യു വിൽ ഗെറ്റ് ആൻ ആൻസർ 3.779 എന്ന് കിട്ടും. എഗൈൻ ഈക്വൽ ടു കൊടുക്കുക, അതിൻ്റെ വാല്യൂ കുറഞ്ഞു. എഗൈൻ കൊടുക്കുക 2.988, വീണ്ടും കൊടുക്കുക 2.97, വീണ്ടും കൊടുക്കുക 2.97. അപ്പം മാറുന്നില്ല, മീൻസ് ഇനി അത് മാറത്തില്ല. സോ ട്രയൽ വാല്യൂ ഈസ് 2.97. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഈക്വൽ ടു കൊടുത്ത് എപ്പോഴാണോ അത് സ്റ്റേബിൾ ആകുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? yn ഈസ് ഈക്വൽ ടു 2.97 എന്ന് കിട്ടി. ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വി ഫൈൻഡ് yn ഈസ് ഈക്വൽ ടു 2.97. സോ yn കിട്ടി. ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ക്രിട്ടിക്കൽ ഡെപ്ത് yc ഈസ് ഈക്വൽ ടു, തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ ആ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു ക്രിട്ടിക്കൽ ഡെപ്ത് yc ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് yc ഈസ് ഈക്വൽ ടു q² ഡിവൈഡ് ബൈ g ദ ഹോൾ റേസ് ടു 1/3 എന്ന്. വേർ സ്മോൾ q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ബൈ b. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ 5th മോഡലിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സ്മോൾ q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ബൈ b എന്നൊക്കെ. സോ അത് വെച്ചിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്മോൾ q, ദാറ്റ് ഇസ് 30/10 വിച്ച് ഇസ് 3. അപ്പം yc ഈസ് ഈക്വൽ ടു 30/10 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 9.81 ദ ഹോൾ റേസ് ടു 1/3. അപ്പോൾ നമുക്ക് ycയും കിട്ടി. സോ നമുക്കിപ്പോൾ yn കിട്ടി. yn ഈസ് ഈക്വൽ ടു 2.97, yc ഈസ് ഈക്വൽ ടു 0.972. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുക. നമുക്ക് മനസ്സിലാവും yn ഈസ് ഗ്രേറ്റർ ദാൻ yc. സോ yn ഈസ് ഗ്രേറ്റർ ദാൻ yc മീൻസ് ഇറ്റ് ഇസ് yn ഈസ് ഗ്രേറ്റർ ദാൻ yc വിച്ച് മീൻസ് ndl ലൈസ് എബവ് cdl. അപ്പോൾ നമ്മൾ ആ വരച്ച സർഫസ് പ്രൊഫൈൽ നോക്കുക. ndl വലുത് അല്ലെങ്കിൽ yn വലുത്. yn വലുതാകുന്നത് മൈൽഡ് സ്ലോപ്പിലാണ് ndl അല്ലെങ്കിൽ yn ഗ്രേറ്റർ ദാൻ yc. തിരിച്ച് yc ഗ്രേറ്റർ ദാൻ yn ആണെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റീപ്പ് സ്ലോപ്പ്. സോ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ മൈൽഡ് സ്ലോപ്ഡ് ചാനൽ. മൈൽഡ് സ്ലോപ്ഡ് ചാനൽ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഫോർ അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ഫ്രം ദ സെക്ഷൻ വിൽ ദ ഡെപ്ത് ബി 2 മീറ്റർ. ഡെപ്ത് എത്ര ഡിസ്റ്റൻസ് അപ്സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിലേക്ക് എത്ര ഡിസ്റ്റൻസ് മാറുമ്പോഴാണ് ഡെപ്ത് 2 മീറ്റർ ആകുന്നത്? നമുക്കുള്ള സെക്ഷൻ 1.6 മീറ്റർ ആയിരുന്നു. അവിടുന്ന് എത്ര ഡിസ്റ്റൻസ് മാറുമ്പോഴാണ് ഡെപ്ത് 2 മീറ്റർ ആകുന്നത്? അപ്പോൾ നമുക്ക് രണ്ട് ഡെപ്താണ് ഉള്ളത്. ഒന്ന് 1.6 മീറ്ററും പിന്നെ ഡെപ്ത് 2 മീറ്റർ ആകുന്ന പോയിന്റും. സോ രണ്ട് ഡെപ്ത് ഏതൊക്കെയാണ്? 1.6 മീറ്ററും 2 മീറ്ററുമാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1.6ഉം 2ഉം ഇത് രണ്ടും ഇവിടെ വരും. yn-നും yc-ക്കും ഇടക്കാണ്. 1.6 ലൈസ് ബിറ്റ്വീൻ 0.972 ആൻഡ് 2.97 അല്ലെങ്കിൽ yc-ക്കും yn-നും ഇടക്കാണ്. 2ഉം ലൈസ് ബിറ്റ്വീൻ yc ആൻഡ് yn. സോ y വാല്യൂ ലൈസ് ബിറ്റ്വീൻ yn ആൻഡ് yc. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു yn ഗ്രേറ്റർ ദാൻ yc എന്ന് നമുക്ക് കിട്ടി. പിന്നെന്താണ് നമ്മുടെ y വാല്യൂസ് ഏതൊക്കെയാണ്? y ഈസ് ഈക്വൽ 1.6 മീറ്ററും y ഈസ് ഈക്വൽ ടു 2 മീറ്ററും. ഇത് രണ്ടും എന്താണ്? ലൈസ് ബിറ്റ്വീൻ yn ആൻഡ് yc. yn-നും yc-ക്കും ഇടക്കാണ് വരുന്നത്. നമ്മുടെ സർഫസ് പ്രൊഫൈൽ എങ്ങനെയായിരുന്നു? മൈൽഡ് ആണ്. സോ വി ഹാവ് എ CDL ഉണ്ട്, ഒരു NDL ഉണ്ട്,
ഓക്കെ. ഇനി നമ്മുടെ വൈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ സി ഡി എൽ, വൈ എന്നും വൈ സിക്കും ഇടക്കാണെന്ന് നമുക്ക് മനസ്സിലായി. 1.6ഉം 2ഉം രണ്ടിനും ഇടക്കാന്ന് മനസ്സിലായി. ഇവിടെയാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഇൻ സോൺ 2, സോൺ 2 അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ M2 പ്രൊഫൈൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ the surface profile will be M2 curve. 1.6ഉം 2ഉം ആണ് ഡെപ്ത്, അത് രണ്ടും വൈ എന്നിനും വൈ സിക്കും ഇടക്കാണ്. സോ ഇറ്റ് ഈസ് M2 curve. പിന്നെ നമ്മൾ M2 curve ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു M2 curve ഈസ് ഓൾവേസ് പോസിറ്റീവ്. M2 curve എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഹെൻസ് ഇറ്റ്സ് എ ഡ്രോ ഡൗൺ കർവ്. രണ്ട് ടൈപ്പ് വേറെ കർവ് വരുന്നതാണ് ഡ്രോ ഡൗൺ കർവിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഡ്രോ ഡൗൺ കർവും ബാക്ക് വാട്ടർ കർവും. ബാക്ക് വാട്ടർ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവിടെ എഴുതിയിട്ടുണ്ട്. ബാക്ക് വാട്ടർ കർവ് മീൻസ് പോസിറ്റീവ് കർവാണ്, വിച്ച് മീൻസ് ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഡയറക്ഷനിൽ കൂടി 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 വരും. ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്തോറും ഡെപ്ത് ഓഫ് ഫ്ലോ കൂടി 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 വരുന്നതാണ് ബാക്ക് വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ. ഡ്രോ ഡൗൺ കർവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡെപ്ത് ഓഫ് ഫ്ലോ റെഡ്യൂസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകുന്തോറും ഡെപ്ത് ഓഫ് ഫ്ലോ കുറഞ്ഞ് പോകും. അതാണ് ഡ്രോ ഡൗൺ കർവ്. നമുക്കിപ്പോൾ കിട്ടിയ എന്താണ്? ഇറ്റ്സ് എ ഡ്രോ ഡൗൺ കർവ് ആണ്. M2 curves are always positive. നമുക്ക് സർഫസ് പ്രൊഫൈൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു M2 curves are always positive, which means it is a draw down curve. സോ അതൊരു ഡ്രോ ഡൗൺ കർവ് ആണ്. അതായത് ഡൗൺ സ്ട്രീമിലേക്ക് ഡെപ്ത് കുറഞ്ഞ് പോകും. ഹെൻസ് 2 മീറ്റർ ഈസ് ഇൻ ദ അപ്സ്ട്രീം ഓഫ് 1.6 മീറ്റർ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് 1.6 മീറ്റർ ആയിരുന്നു. സെക്കൻഡ് പോയിന്റ് 2 മീറ്റർ ഡെപ്ത് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഡെപ്ത് 1.6 മീറ്റർ ആണ്. സെക്കൻഡ് പോയിന്റിലെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. മീൻസ് 1.6നേക്കാൾ അത് കൂടുക മീൻസ് എന്താണ്? ഡ്രോ ഡൗൺ കർവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഡെപ്ത് താഴേക്ക് പോകുന്നവരും കുറഞ്ഞു പോകും. സോ 1.6നേക്കാൾ കൂടണമെങ്കിൽ എന്തായിരിക്കും? അത് മുകളിലേക്കായിരിക്കണം, എന്നാലേ അത് കൂടുള്ളൂ. 2 മീറ്റർ എന്നറിയാം. ഒരു പോയിന്റിലെ ഡെപ്ത് 1.6 മീറ്റർ ആണ്, മറ്റേ പോയിന്റിൽ 2 മീറ്റർ ആണ്. വിച്ച് മീൻസ് ഡെപ്ത് കൂടണമെങ്കിൽ M2 കർവിൻ്റെ കേസിൽ ഡെപ്ത് കൂടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ അപ്സ്ട്രീം സൈഡിൽ ആയിരിക്കണം. സോ ഹെൻസ് 2 മീറ്റർ ഈസ് ഇൻ ദ അപ്സ്ട്രീം ഓഫ് 1.6 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനിഷ്യലി നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കർവ് ആണ് നമുക്ക് മനസ്സിലാക്കണം. M1 ആണോ M2 ആണോ M3 ആണോ അല്ലെങ്കിൽ S1 ആണോ S2 ആണോ S3 ആണോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനാണ് നമ്മൾ ഇത്രയും പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ഏരിയ കണ്ടുപിടിച്ചു, പെരിമീറ്റർ കണ്ടുപിടിച്ചു, A/P ചെയ്യുമ്പം 6 കിട്ടി കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ 2 ഇക്വേഷൻസ് എടുക്കുക, വെലോസിറ്റി കണ്ടുപിടിക്കുക. V ക്യൂബ് എടുക്കുക, മാനിങ്സ് ഇക്വേഷൻ എടുക്കുക, രണ്ട് വെലോസിറ്റി തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് yn ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ yn കിട്ടിക്കഴിഞ്ഞാൽ കമ്പയർ yn വിത്ത് yc. സോ yc വേണം. ycയുടെ ഇക്വേഷൻ yc is equal to small q divided by q square divided by g the whole raised to 1/3 ആണ്. yയും ycയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മൈൽഡ് ആണോ സ്റ്റീപ്പ് ആണോ എന്ന് കിട്ടും. പിന്നെ ycയും yn കൂടെ കമ്പയർ ചെയ്യുമ്പം സോൺ 1 ആണോ സോൺ 2 ആണോ സോൺ 3 ആണോ എന്നും കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാൻ. സോ ഈ ഒരു കോളം മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കോളംസ് ആയിട്ട് തിരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. സോ അതിൽ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ y ആണ്. y വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡെപ്ത്. സോ ഫസ്റ്റ് ഡെപ്ത് നമുക്ക് വന്നിട്ടുണ്ട് 1.6 മീറ്റർ എന്ന് വന്നിട്ടുണ്ട്. ഫൈനൽ ഡെപ്ത് ഈസ് 2 മീറ്റർ. 1.6 മീറ്റർ ആണ് നമ്മുടെ ഒരു സെക്ഷണൽ ഡെപ്ത്. എപ്പോഴാണ് 2 മീറ്റർ ആകുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. സോ 1.6 മീറ്റർ ടു 2 മീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകും. ചെറിയ സ്ട്രെച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് 1.6 ടു 1.7 ഒരു 0.1 മീറ്റർ ലെങ്തിലുള്ള ഒരു സ്ട്രെച്ച് എടുത്തു. സോ 1.6, 1.7, 1.8, 1.9, 2 അങ്ങനെ എടുത്തു. അതല്ല എങ്കിൽ എന്താണ് 1.6, 1.8, 2 അങ്ങനെ എടുക്കുക. എത്രത്തോളം ചെറുതാക്കി എടുക്കുന്നു അത്രത്തോളം ആക്യുറസി കൂടും. നമ്മൾ 1.6, 1.7, 1.8, 1.9, 2 അങ്ങനെ ഒരു 4 സ്ട്രെച്ചായിട്ട് ഡിവൈഡ് ചെയ്തു. 1.6 to 1.7 എന്നുള്ള ഒരു സ്ട്രെച്ച്, 1.7 to 1.8 സെക്കൻഡ് സ്ട്രെച്ച്, 0.8 to 1.9 തേർഡ് സ്ട്രെച്ച്, 1.9 to 2 ഫോർത്ത് സ്ട്രെച്ച്. ഇനി ഈ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് yn is given, y value is given as 1.6 meter. So 1.6 meter ആണ് y value നമുക്കറിയാം.
സോ യു ക്യാൻ ഫൈൻഡ് ബി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ 10 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ റെക്ടാംഗുലർ ചാനലാണ്. ബി ഇൻറ്റു വൈ ചെയ്യുമ്പം ബി ഇൻറ്റു 10 ഇൻറ്റു 1.6 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഏരിയ ആസ് 16. സോ ഏരിയ കിട്ടും. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ A/P ചെയ്യുമ്പം 6 കിട്ടും. ഏരിയ അറിയാം, പെരിമീറ്റർ ഈസ് റെക്ടാംഗുലർ സെക്ഷൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ A/P ചെയ്യുമ്പം യു വിൽ ഗെറ്റ് R വാല്യൂ 6 കിട്ടും. A അറിയാം, R അറിയാം, S0 വാല്യൂ അറിയാം. സോ യു ക്യാൻ യൂസ് R വാല്യൂ നമുക്ക് കിട്ടി. ഇനി വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യു ക്യാൻ യൂസ് മാനിങ്സ് ഇക്വേഷൻ. മാനിങ്സ് ഇക്വേഷൻ ഉപയോഗിക്കുക. മാനിങ്സ് ഇക്വേഷൻ വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. R വാല്യൂ ഈസ് 1.21 എന്ന് കിട്ടും. വെലോസിറ്റി വാല്യൂ ഈസ് 1.88. വെലോസിറ്റി എങ്ങനെയാണ്? മാനിങ്സ് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വി അറിയാമെങ്കിൽ v²/2g ചെയ്യാം. v²/2 ഇൻറ്റു ജിക്ക് വരും 9.81 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് v²/2g ഈസ് ഈക്വൽ ടു 0.179 എന്ന് കിട്ടും. ഫസ്റ്റ് നമ്മൾ 1.6 മീറ്റർ ഡെപ്തിൽ നിന്ന് എടുത്തു. കറസ്പോണ്ടിങ് ഏരിയ കണ്ടുപിടിച്ചു by വെച്ചിട്ട്. പെരിമീറ്റർ എങ്ങനെയാണ്? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു b+2y. സോ A/P ചെയ്യുമ്പോൾ R ഈസ് ഈക്വൽ ടു 1.28 എന്ന് കിട്ടും. ദെൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി v ഈസ് ഈക്വൽ ടു either you can use v is equal to q/a. q/a വെച്ചും ചെയ്യാം. അല്ല എങ്കിൽ യു ക്യാൻ യൂസ് മാനിങ്സ് ഇക്വേഷൻ. ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി v. v is equal to q/a ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. സോ v is equal to q/a വെച്ചിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. v കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് v²/2g. v²/2g കണ്ടുപിടിക്കാം. ജിക്ക് 9.81 എന്ന് കൊടുത്താൽ മതി. v തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കിട്ടി. ഇനി v²/2g അറിയാം. v²/2g അറിയാം. ഇതാ ഇവിടെ ym അറിയാം. yu അറിയാം. v²/2g അറിയാം. y പ്ലസ് v²/2g ആണ് e. സോ യു ക്യാൻ ഫൈൻഡ് e. e ഈസ് ഈക്വൽ ടു y പ്ലസ് v²/2g ചെയ്യുമ്പം ഈ വാല്യൂ കിട്ടി. ഡെൽറ്റ ഇ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? ഡെൽറ്റ ഈസ് E2 മൈനസ് E1 ആണ്. സോ നമുക്ക് E1 മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. E2 നമുക്ക് അറിയില്ല. സോ ആ കോളം അവിടെ അങ്ങനെ ഇട്ടേക്കാം. ഇനി എന്താണ്? SF കണ്ടുപിടിക്കണം. SF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് മാനിങ്സ് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട്. വെലോസിറ്റി എപ്പോഴും v is equal to q/a വെച്ച് വേണം ചെയ്യാനായിട്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി v is equal to q/a മാനിങ്സ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടില്ല. മാനിങ്സ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് മാനിങ്സ് ഇക്വേഷനിൽ വരുന്നത് SF ആണ്. സോ SF കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്, മാനിങ്സ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ പറയുവാണെങ്കിൽ y അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും, കാരണം വിഡ്ത്ത് അറിയാം. സോ എയും ബിയും അറിയാമെങ്കിൽ R കണ്ടുപിടിക്കാൻ പറ്റും. R കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു q/a. ആ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുക. v ഈസ് ഈക്വൽ ടു q/a ഉപയോഗിക്കുക. v²/2g കണ്ടുപിടിക്കുക. E കണ്ടുപിടിക്കുക. ഡെൽറ്റ ഇപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ഫൈൻഡ് SF ഈസ് യൂസിങ് മാനിങ്സ് ഇക്വേഷൻ. SF' ഇപ്പം അറിയത്തില്ല. S0 മൈനസ് SF അതൊന്നും നമുക്ക് അറിയില്ല. ഇനി എന്താണ്? അടുത്ത ഡെപ്ത് ഓഫ് ഫ്ലോ അസ്യൂം ചെയ്ത് നമ്മൾ 1.7 മീറ്റർ ആണ്. ഇനി 1.7 മീറ്റർ വെച്ചിട്ട് ഈ ചെയ്ത എല്ലാ സ്റ്റെപ്സും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 1.7 വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു by. ഏരിയ കിട്ടി. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു b+2y. p കിട്ടി. A/P ചെയ്യുമ്പം R കിട്ടും. 1.27 എന്ന് കിട്ടും R. ദെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ v ഈസ് ഈക്വൽ ടു അഗൈൻ q/a. q മാറുന്നില്ല, പക്ഷേ ഏരിയ നമുക്കിപ്പോൾ ഇവിടെ മാറി. ഏരിയ ഇവിടെ 16 ആയിരുന്നു, ഇവിടെ 17 ആയി. സോ ഏരിയ മാറുമ്പം v വാല്യൂ മാറും. v ഈസ് ഈക്വൽ 1.76 എന്ന് കിട്ടും. ദെൻ v²/2g കണ്ടുപിടിച്ചു. E കണ്ടുപിടിച്ചു. E ഈസ് ഈക്വൽ ടു പുതിയ v²/2g പ്ലസ് പുതിയ y 1.7 പ്ലസ് 0.199 എന്ന് വരും. സോ E കിട്ടി. അപ്പോൾ ഇപ്പം നമുക്ക് എന്താണ്? ആദ്യം ഒരു E1 ഉണ്ടായിരുന്നു. ആദ്യം ഒരു E1 ഓഫ് 1.779 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ E2 1.899 കിട്ടി. അപ്പം E2 മൈനസ് E1 താഴത്തെ മൈനസ് മുകളിലത്തെ ചെയ്യുക. E2 മൈനസ് E1 ചെയ്തിട്ട് ആ നടുക്കത്തെ കോളം ഡെൽറ്റ ഇയുടെ ഇൻ ബിറ്റ്വീൻ എഴുതുക. 0.080. 1.899 മൈനസ് 1.779 0.080 എന്ന് കിട്ടും. ഇനി എന്താണ്? നെക്സ്റ്റ് ഈസ് SF കണ്ടുപിടിക്കുക. പുതിയ SF2 കണ്ടുപിടിക്കുക. SF1 നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ ഇനി അടുത്ത SF ബൈ മീൻസ് ഓഫ് മാനിങ്സ് ഇക്വേഷൻ. മാനിങ്സ് ഇക്വേഷൻ വെച്ചിട്ട് വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 1/n r⁻²/3 ഇൻറ്റു SF⁻²1/2 വെലോസിറ്റി v അറിയാം, n അറിയാം, r അറിയാം, അൺനോൺ ഈസ് SF മാത്രമാണ്. സോ അത് ഉപയോഗിച്ചിട്ട് പുതിയ SF കണ്ടുപിടിക്കുക. അപ്പം SF2 ഇവിടെ കിട്ടി. ഇത് SF2, ഇത് SF1.
ഇത് രണ്ടും കൂടെ ആവറേജ് SF1 പ്ലസ് SF2/2 ചെയ്യുമ്പോൾ SF ബാർ കിട്ടി. അതും നടുക്കത്തതിൽ എഴുതുക. ഇനി SF ബാർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? S0 മൈനസ് SF ബാർ. S0 മൈനസ് SF ബാർ കണ്ടുപിടിക്കുക. S0 നമ്മുടെ സ്ലോപ്പ് ഓഫ് ചാനൽ വന്നിട്ടുണ്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു S0 മൈനസ് SF ഡിവൈഡ് ബൈ ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ S0 മൈനസ് SF. ഡെൽറ്റ ഇ ഇവിടെ കിട്ടിയിട്ടുണ്ട് 0.080 ഡിവൈഡ് ബൈ S0 മൈനസ് SF ഇവിടെ കിട്ടി 0.000462. ഡെൽറ്റ ഇ ബൈ S0 മൈനസ് SF ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ഡെൽറ്റ എക്സ് വാല്യൂ. ഒരു ഡെൽറ്റ എക്സ് കിട്ടി. സെയിം പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ്സ് വിത്ത് 1.8 ഡെപ്ത്. 1.8 ഡെപ്ത് വെച്ച് ഇതെല്ലാം ചെയ്യുക. ഫൈൻഡ് ഡെൽറ്റ x2 സെക്കൻഡ് വൺ കിട്ടും. അതേപോലെ 1.8 1.9 2 മീറ്ററിലെല്ലാം ചെയ്യുക. എന്നിട്ട് അവസാനം ഡെൽറ്റ എക്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ടോട്ടൽ 1047.48 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്.